ഒരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും ഒരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം പ്രിയനൊരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. The book of Ecclesiastes, chapter 7, verses 1 to 3 and verse 11. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെയും 11-ാമത്തെയും വാക്യം വായിക്കുന്നു. നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണദിവസം ജനനദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. A good name is better than precious ointment, and the day of death than the day of birth. It's better to go to the house of mourning than to go to the house of feasting. For this is the end of everyone. Sorrow is better than laughter, for by sadness of countenance the heart is made glad. Wisdom is as good as an inheritance, an advantage to those who see the sun. 7-ാം അധ്യായം 1 മുതൽ 3 വരെയും 11-ാമത്തെയും വാക്യം. Somebody will say, hello. Hearing such words, I can't smell the curry. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം അത്രയേറെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. So I wonder what went through your mind when you heard those words read from Ecclesiastes chapter 7. ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിചാരവും അപ്രകാരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Religious mumbo jumbo, utterances of a misery guts, with a fevered mind that has pushed him completely off the wall. വേഗത്തിൽ ഗ്രഹിക്കുവാൻ സാധിക്കാത്ത മതപരമായ നിഗൂഢ വാക്യങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകം. How can the day of death be better than day of birth? മരണദിവസം എങ്ങനെയാണ് ജനന ദിവസത്തെക്കാൾ ഉത്തമമായിരിക്കുന്നത്? How is it better to go to the house of mourning than the house of feasting? സന്തോഷഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്ന എങ്ങനെയാണ് നല്ലതാകുന്നത്? Are these musings of an age lacking in enlightenment and detached from reality completely irrelevant to our modern times? ഒരുപക്ഷെ ആധുനിക കാലത്തിന് പ്രായോഗികമല്ല എന്ന് തോന്നുന്ന ചിന്തകളാകാം. അസ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ പ്രലാപമായിരിക്കാം ഈ വാക്യങ്ങൾ. Well, believe it or not, Ecclesiastes is a book for our time. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഭാപ്രസംഗിയുടെ പുസ്തകം ഈ കാലഘട്ടത്തിനുള്ള ദൈവിക ആഹ്വാനമാണ്. But it is a difficult book, especially as a religious text, because of its origin is a search for meaning. Then Ecclesiastes seems to have sought but not found. മതഗ്രന്ഥമെന്നുള്ള നിലയിൽ ഇത് മനസ്സിലാക്കുവാൻ അല്പം ദുർഗ്രഹമാണെങ്കിൽ പോലും മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ജീവിതത്തിൻ്റെ അർത്ഥ അന്വേഷണമായതുകൊണ്ട് ഇതിന് അർത്ഥവും വ്യാപ്തിയുമുണ്ട്. The title Ecclesiastes simply means a preacher or a royal philosopher who finds the world to be nothing, and in Hebrew, hevel. സഭാപ്രസംഗി എന്ന പുസ്തകത്തിൻ്റെ അർത്ഥം പ്രഭാഷകൻ എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ഈ ലോകത്തെ കേവലം മായ എന്ന് ചിത്രീകരിക്കുകയാണ്. And that word appears 38 times in the book and has been variously translated as vanity, meaninglessness, futility, empty, pointless nonsense, and a waste of time. ഹെവൽ എന്ന ഉച്ചാരണമുള്ള ഹീബ്രു പദം ഈ പുസ്തകത്തിൽ
38 തവണ ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ സ്വാഭാവികമായ അർത്ഥം അർത്ഥശൂന്യത, മായ, നിഷ്ഫലത, ലക്ഷ്യമില്ലായ്മ, മൗഢ്യം എന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. The key to understanding the book is that the original Hebrew word hevel means none of these things. എന്നാൽ ഈ പുസ്തകം നാം ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ പറഞ്ഞ പദങ്ങളൊന്നും തന്നെ ഹെബൽ എന്ന് പറയുന്ന പദത്തിന് ശരിയായ അർത്ഥമാകില്ല. And all the words for soul in Hebrew have to do with breathing. വേദപുസ്തകത്തിൽ ആത്മാവെന്ന് അർത്ഥം വരുന്ന പദം ശ്വാസത്തോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. As Genesis chapter 2 verse 7 and 8 tell us, the Lord God formed man from the dust of the ground. He breathed into his nostrils the breath of life, and the man became a living being. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ യഹോവയായ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തുവെന്ന് നാം വായിക്കുന്നു. So hevel means a shallow breath, the way a young little child breathes, short and painfully vulnerable. അതുകൊണ്ട് ഹെബൽ എന്ന് പറയുന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ഒരു നേർത്ത ശ്വാസം, അല്ലെങ്കിൽ ഒരു കൊച്ചു പൈതലിൻ്റെ ശിശുവിൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ വളരെ ലോലമായ ശ്വാസമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. So life, says Ecclesiastes, the life of the world and all its passions is hevel, a mere fleeting breath like that of a little child. സഭാപ്രസംഗി പറയുന്നത് ഈ ലോകത്തിലെ ജീവിതവും അതിൻ്റെ എല്ലാ ആകർഷണങ്ങളും കേവലം ഒരു ശ്വാസോച്ഛ്വാസം പോലെയാണ്, അത് ക്ഷണികമാണ്. So the question he asks is this: knowing that I will one day die, how can I live a life that matters, that is not shallow and fleeting, a life that redeems my mortality? സഭാപ്രസംഗി ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ ഒരു നാൾ മരിക്കുമെന്നറിഞ്ഞിട്ട് എൻ്റെ മർത്യതയെ രൂപാന്തരപ്പെടുത്തുന്ന വീണ്ടെടുക്കുന്ന അനശ്വര ജീവിതത്തിനായി ഞാൻ എപ്രകാരം പരിശ്രമിക്കണമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ആകെ തുക. What makes Ecclesiastes so powerful today is that he's the supreme critic of the consumer society. ഉത്തരാധുനിക ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിനെതിരെയുള്ള വളരെ ശക്തമായ ഒരു പ്രതിരോധവും ഒരു ആരോപണവുമാണ് ഈ പുസ്തകത്തിൽ ഉയർന്നു നിൽക്കുന്നത്. He has it all: homes, gardens, parks, servants, wealth, knowledge, books. And though they give him pleasure, they give him no satisfaction. ശലോമോൻ രാജാവിന് ഇന്നത്തെ ലോകത്തിൽ നമ്മെ ആകർഷിക്കുന്ന എല്ലാ സംഗതികളും സ്വന്തമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെതായ അരമനകളുണ്ടായിരുന്നു, മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു, ഉദ്യാനങ്ങളുണ്ടായിരുന്നു, ദാസീദാസന്മാരുണ്ടായിരുന്നു, വിജ്ഞാനമുണ്ടായിരുന്നു, പുസ്തകശേഖരണമുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം അദ്ദേഹത്തെ ആനന്ദിപ്പിച്ചിരുന്നുവെങ്കിലും അവയൊന്നും അദ്ദേഹത്തിന് ആത്യന്തികമായ സന്തോഷമോ സംതൃപ്തിയോ നൽകിയിരുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. For example, he would say you can't find happiness by owning a car that goes from 0 to 100 miles per hour in 4 seconds, and yet in you have nowhere in particular to go. ഉദാഹരണത്തിന് നമുക്ക് ഒരുപക്ഷെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്താൽ 4 സെക്കൻഡിനുള്ളിൽ 100 മൈൽ സ്പീഡിലെത്തുന്ന ഒരു ആഡംബര കാർ ഉണ്ട് എന്ന് ചിന്തിക്കുക. ആ കാർ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല, അല്ലെങ്കിൽ തന്നെ പലപ്പോഴും നാം ലക്ഷ്യം തെറ്റി സഞ്ചരിക്കാറുമുണ്ട്. Even worse, you travel so fast, you'll actually miss the view. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് പലപ്പോഴും വിട്ടുപോകുന്നതാകുന്നു. You cannot, he says, defeat death by owning lifeless things. നിർജീവമായ വസ്തുക്കളോ സാധനങ്ങളോ കൊണ്ട് ഒരിക്കലും മരണത്തെ തോൽപ്പിക്കുവാൻ ഒരാൾക്ക് സാധിക്കുകയില്ല എന്ന് സഭാപ്രസംഗി നമ്മെ ഓർപ്പിക്കുകയാണ്. Life is a matter not of having but of being, of living. എന്ത് നമുക്കുണ്ട് എന്നതല്ല, നാം എന്താണ് എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിലയും മൂല്യവും നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. And in the end, the preacher, this royal philosopher, the follower of Proverbs and his wisdom, comes to a curiously moving discovery that life is not to be found at the top of the hill or at the top of the monarch hills, at the final rung of the corporate ladder, or among the winners of the game shows, music contests, or the best curry chefs contest. No, life is not found there. തൻ്റെ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ തത്വജ്ഞാനിയായ ശലോമോൻ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷനുണ്ട്. അദ്ദേഹം എത്തിച്ചേരുന്ന
ഒരു തീരുമാനമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ജീവിതത്തിൻ്റെ മഹിമ ഒരിക്കലും മലമുകളിലെ ഔന്നത്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലല്ല. ജീവിതത്തിൻ്റെ മഹിമ ഒരു തൊഴിൽ ശ്രേണിയിൽ ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളിലല്ല. എല്ലാവരേക്കാളും വ്യത്യസ്തമായ താലന്തുകളും കഴിവുകളും ഉണ്ട് എന്ന് അഭിമാനിക്കുന്നതിലല്ല. പിന്നെയോ താനായിരിക്കുന്ന ഇടത്ത് എപ്രകാരം ധന്യമായി ലളിതമായ ഇടപെടലുകൾ നടത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് എന്ന് ഈ പുസ്തകം നമ്മെ ഓർപ്പിക്കും. It is down here in simple things. In simple things, that's where life is to be found. ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുന്നത് നമ്മെ ഏൽപ്പിക്കുന്ന ഏറ്റവും എളിമയാണ്, ഏറ്റവും ലളിതമായ കാര്യങ്ങളിലെ വിശ്വസ്തതയിലാണെന്ന് ഈ പുസ്തകം നമുക്ക് സൂചന നൽകുന്നു. So he says this in chapter 5 and verse 12. Chapter 5 and verse 12 of Ecclesiastes: the sleep of a laborer is sweet, whether they eat little or much, but as for the rich, the abundance permits them no sleep. 5-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. And in chapter 9 verse 9 he says, enjoy life with your wife whom you love all the days of this fleeting life that God has given you under the sun. 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചു കൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. Work and love, the two ways in which you transform and are being transformed. We give and we're given. നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന രണ്ട് സംഗതികളാണ് വേലയും സ്നേഹവും. Nothing we can buy equals the giving of self in work and in love. നാം ചെയ്യുന്ന കർമ്മത്തിലും നാം പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിലും കൂടെ നാം നൽകുന്നതിന് തുല്യമായി യാതൊന്നും നമുക്ക് മറ്റൊരാൾക്ക് നൽകുവാൻ സാധിക്കുകയില്ല. But the book of Ecclesiastes has one more further message for us, and is buried in the original Hebrew text. മൂലഭാഷയിൽ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ രേഖപ്പെടുത്തിയ മറ്റൊരു സന്ദേശം കൂടെ ഇവിടെ നിങ്ങളെ അറിയിക്കട്ടെ. The second chapter of Ecclesiastes contains the most sustained, repeated use of the first person in singular in the entire whole Bible. He says things like, I built for myself, I acquired for myself, I made for myself, I did this for myself, myself, I, me throughout. Is the biggest thing of the personal preference in the entire Bible. വേദപുസ്തകത്തിൽ ആകമാനം നാം പരിശോധിച്ചാൽ ഉത്തമ പുരുഷ ഏകവചനത്തിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന സഭാപ്രസംഗിയുടെ 2-ാം അധ്യായത്തിലാണ്. ഞാൻ എനിക്ക് അരമനകളെ പണിയും, ഞാൻ എനിക്കായി സമ്പാദിക്കും, എനിക്കായി ഇവയെല്ലാം ഞാൻ ഉണ്ടാക്കും. Nowhere else does a litany of phrases like this appear in the whole of biblical literature. വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും ഇപ്രകാരം ആവർത്തിച്ച് പറയുന്ന പദശൈലി നാം കാണുന്നില്ല. Ecclesiastes fails to find fulfillment because his kingdom is bounded by himself. And he himself, like all of us, is mortal, fleeting, almost infinitely small in the scheme of things. ശലോമോൻ രാജാവ് തന്നെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുവെങ്കിലും അയാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സംതൃപ്തി ലഭിച്ചില്ല. കാരണം നാം ഓരോരുത്തരെയും പോലെ അദ്ദേഹവും മർത്യനും ക്ഷണികനും ദൈവീയ പദ്ധതിയിൽ എളിയവനുമായിരുന്നു. Here too is like a man or woman of our time. നമ്മെ പോലെയുള്ള കേവലം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹവും. For ours is surely the most self-regarding culture in many centuries. ഈ കാലഘട്ടത്തിലെ അല്ല, മുൻ കാലഘട്ടത്തിലെ മുൻ നൂറ്റാണ്ടുകളിൽ വെച്ച് നോക്കിയാൽ തന്നെ ഈ നൂറ്റാണ്ടാണ് ഇത്രയേറെ സ്വാർത്ഥതയോടെ മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടം. We make choices as individuals, we have rights as individuals. If it works for you, do it, try it, buy it. If no longer works for you, throw it away and go to the next thing. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ഇത്രയേറെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. നാം തിരഞ്ഞെടുക്കുന്നത് നമുക്ക്
അനുയോജ്യമെങ്കിൽ നാം അത് പരിരക്ഷിക്കും, നാം അത് വാങ്ങും, നാം അത് ഉപയോഗിക്കും. നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ നാം നിർദാക്ഷിണ്യം അവയെ എറിഞ്ഞു കളയുകയും പുതിയതിനെ അന്വേഷിച്ച് നാം പോവുകയും ചെയ്യുന്ന സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. Never was a human universe so large and yet so small. Never was a culture so written in the first person singular. In the words of the late George Harrison, I, me, mine. ജോർജ് ഹാരിസൺ എന്ന ചിന്തകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഈ കാലഘട്ടത്തിലാണ് ഞാൻ, എനിക്ക്, എൻ്റേതെന്ന് ഏറ്റവും അധികം മനുഷ്യർ ചിന്തിക്കുന്നത്. മനുഷ്യ പ്രപഞ്ചം ഇത്രയേറെ വിസ്തൃതമായെങ്കിലും മനസ്സ് ഇത്രയേറെ ചുരുങ്ങിയ ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഈ പദങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. No wonder we find everything easy except relationships, because relationships mean taking you as seriously as you take me. ശരിയായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളും വേഗത്തിൽ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. ബന്ധം സ്ഥാപിക്കുക എന്നാൽ ഞാൻ എന്ന സ്ഥാനത്ത് അവരനെ പ്രതിഷ്ഠിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ മറ്റുള്ളവന് സ്ഥാനം നൽകുക എന്നതാണ്. Ecclesiastes eventually found what he was looking for, and it again is very unexpected. Again we need to go back to the Hebrew text. സഭാപ്രസംഗി വീണ്ടും താൻ ആഗ്രഹിച്ചതായ ചിന്തയിൽ എത്തിച്ചേരുകയാണ്. അത് ഒരുപക്ഷെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം മോഹഭംഗത്തിൻ്റെ പുസ്തകമെന്ന് നാം വിളിക്കുമെങ്കിലും അവിടെയും ചില ശുഭസൂചനകൾ നാം കാണുന്നു. And oddly, for a book that is often read as a text of disillusionment, the word simha, again Hebrew, is one of the other form, appears 17 times. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്ന മറ്റൊരു എബ്രായ പദമാണ് സിംഹ, അല്ലെങ്കിൽ അത് 17 പ്രാവശ്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Now let me teach you a little bit of Hebrew. Could you say after me, simha? ഈ പദം നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ ആവർത്തിക്കാമോ? ഹീബ്രു പദം പഠിക്കാമല്ലോ. സിംഹ. Kalau, may I hear you say the word simha? Simha. സിംഹ. Yeah, it almost sounds like Malayalam. But anyway, this is Hebrew. And it isn't easy actually to give a precise translation of simha. ഈ പദത്തിന് ശരിയായ ഒരു അർത്ഥം നൽകുക അത്ര എളുപ്പമല്ല. But it doesn't mean pleasure, satisfaction, gratification, amusement, entertainment, or even happiness. ഈ പദത്തിൻ്റെ അർത്ഥം എന്തല്ല എന്ന് ഞാൻ പറയുകയാണ്. അത് ആനന്ദം, സംതൃപ്തി, വിനോദം, നേരം പോക്ക, ഉല്ലാസം എന്നതൊന്നുമല്ല ഈ സിംഹ എന്ന പദത്തിൻ്റെ അർത്ഥം. It means joy, especially the joy we share with others. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അപരനുമായുള്ള ബന്ധത്തിൽ നാം കണ്ടെത്തുന്നതായ സന്തോഷമാണ്. For example, the book of Deuteronomy talks about festivals as days of national rejoicing, and it uses that word simha. ആവർത്തന പുസ്തകത്തിൽ പെരുന്നാളുകളെ ദേശീയ ഉത്സവങ്ങളായി ആഘോഷിക്കുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെടുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ സിംഹ എന്ന, അല്ലെങ്കിൽ സന്തോഷം എന്ന പദമാണ്. ഇത് സമൂഹമായി ചേർന്നുള്ള ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും അർത്ഥമാണ്. So when Jews today talk about a wedding or bar mitzvah, they say we are having a simha. യഹൂദന്മാർ സാധാരണയായി വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ ആൺകുട്ടികൾ 13 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ മതാചാരത്തിന് യോഗ്യരായിത്തീരുമ്പോൾ അവർ നടത്തുന്ന ആഘോഷങ്ങൾക്കും ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Meaning a joy we share with friends and the entire community. തങ്ങളുടെ സുഹൃത്തുക്കളോടും തങ്ങളുടെ സമൂഹത്തോടും ചേർന്ന് തങ്ങൾ പങ്കിടുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഈ പദം ഓർപ്പിക്കുന്നത്. You can find happiness in solitude, but you can only find joy only in the company of other people. ഒരുപക്ഷേ നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് നിർവൃതിയും ആനന്ദവും കണ്ടെത്തുവാൻ സാധിക്കുമായിരിക്കും. പക്ഷെങ്കിൽ ശരിയായ സന്തോഷം ലഭിക്കുന്നത് അപരനുമായുള്ള മറ്റുള്ളവരുമായ സംസർഗത്തിൽ മാത്രമാണെന്ന് നാം തിരിച്ചറിയണം. And that's why it's a wonderful thing to be a Christian, because you share a common life in Christ together with other people. You've all received the same spirit like anybody else, so all of you together have simha. നമുക്കെല്ലാവർക്കും ഈ പദം വളരെ അന്വർത്ഥമാണ്. കാരണം ക്രിസ്തീയ സമൂഹം എന്ന നിലയിൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കിടുന്നവരാണ്. So when as a church you gather for worship, you say to everybody, we are going to church to have simha. ദൈവാലയത്തിൽ പോകുമ്പോൾ നാം ആവർത്തിച്ച് ഉരുവിടേണ്ട പദം ഞങ്ങൾ ഈ സന്തോഷം അനുഭവിക്കുവാനാണ് പോകുന്നത്. We are going to church to have joy, because we are going to be together as a body in whom Christ reigns. കൂട്ടമായി കൂട്ടായ്മയായി
ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് നാം എപ്പോഴും ഓർക്കണം. So in an age in which even phones are smart, but all too few people are wise, there is an abiding wisdom in Ecclesiastes that speaks to us here and now. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ പോലും സ്മാർട്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് വളരെയേറെ കുറവായി കാണുന്ന ഒരു കാര്യം ജ്ഞാനമുള്ള ആളുകളുടെ എണ്ണമാണ്. ഇവിടെ ശലോമോൻ നമ്മോട് പറയുന്നത് ശാശ്വതമായ ജ്ഞാനം എപ്രകാരം സമ്പാദിക്കാമെന്നുള്ളതാണ്. The pursuit of self will not satisfy even the self. സ്വാർത്ഥപൂർണത്തിനായുള്ള ശ്രമങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ സ്വയത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. We need the divine other to open our hearts to the human other. അവരുടെ വേണ്ടി നമ്മുടെ കണ്ണും ഹൃദയവും തുറക്കണമെങ്കിൽ തുറക്കുവാൻ നാം സന്നദ്ധരായിരിക്കണം. I need the power of the Holy Spirit to open my heart to your heart so that together we can see one another as those created in God's image and likeness and redeemed in Jesus. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നാം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന നിലയിൽ നാം അന്യോന്യം അറിയണമെങ്കിൽ നമുക്ക് ഈ ചിന്ത ആവശ്യമാണ്. And then we discover Simha, the joy that only exists in virtue of being shared. പങ്കിടുന്നതിൽ കൂടെ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് സിംഹ എന്ന പദം ഓർപ്പിക്കുന്നത്. Work, love, community, the things that connect us to each other are where Ecclesiastes found in the midst of mortality signals of transcendence. ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ സഭാപ്രസംഗി അത്യുത്കൃഷ്ടമായ അടയാളങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഉന്നതമായ ഉത്കൃഷ്ടമായ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നത് ജോലിയിൽ കൂടെയും സ്നേഹത്തിൽ കൂടെയും സമൂഹ ജീവിതത്തിൽ കൂടെയും ഒരാൾക്ക് നേടിയെടുക്കാവുന്നതാണ് ഇവയെല്ലാം എന്ന് പറയുന്നു. They are still there, waiting for each of us, endowing life with meaning and lifting us beyond the siren song of self. സ്വാർത്ഥതയുടെ ഉൾവിളികൾ മുഴങ്ങുന്ന ഒരു കാലത്ത് നമുക്ക് നിസ്വാർത്ഥരായി പരസ്പരം കരുതുന്നവരായി ജീവിക്കുവാൻ സാധിക്കണം. So let us take to heart the wisdom of Ecclesiastes, and in the words of two African proverbs, സഭാപ്രസംഗിയെ പോലെയുള്ള ദൈവിക ജ്ഞാനത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 ആഫ്രിക്കൻ സദൃശ്യവാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. He who travels fast travels alone. വേഗത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ തനിയെ യാത്ര ചെയ്യും. He who travels far travels in company with others. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കും. The one who stands out in a crowd does so because they are being carried on the shoulders of others. പുരുഷാരത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവന് തീർച്ചയായും മറ്റുള്ളവരുടെ ചുമൽ സഹായമായി തീരേണ്ടതാണ്. Ecclesiastes says to you and to me, all of life is hevel. Mere breath, it is fleeting. സകലവും മായ എന്ന് സഭാപ്രസംഗി നമ്മോട് പറയുകയാണ്. It is passing away. എല്ലാം ഒഴിഞ്ഞു പോകും, ഉതിർന്നു പോകും. So it's better to invest in that which will not decay or die. നാം ആരും നശിച്ചു പോകുകയില്ല, ക്ഷയിച്ചു പോകുകയില്ല നാം ചിന്തിക്കരുത്. So he's no fool who invests in that which will last forever. നിത്യമായുള്ളതിനെ കാംക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അനുപേക്ഷണീയമായ സംഗതി. Everything in life is just hevel, simple fleeting breath. നമുക്കുള്ളതെല്ലാം ക്ഷണികവും ഉതിർന്നു പോകുന്നതും മർത്യവുമാണ്. But everything in God, in Christ, is simha, pure joy, because constantly the Lord is supplying newness of life day in, day out. ക്രിസ്തുവിലാകുന്ന ഒരാൾക്ക് നിരന്തരമായി സന്തോഷത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും. And in fact, in a prophetic way, the music group played that wonderful song, giving thanks to God for the graces we received so far. നമ്മുടെ ഗായക സംഘം ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പാടിയ പാട്ടുകളൊക്കെ ഈ ചിന്തകൾ അന്വർത്ഥമാക്കുന്നതാണ്. So if life is a mere breath fleeting away, and in God we find this joy which is always everlasting, how therefore should we as Christians live our lives now? നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് നാം ആക്കുന്ന സാഹചര്യത്തിൽ എപ്രകാരം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് സജീവതയോടെ ജീവിക്കുവാൻ സാധിക്കും? And for me, the message is contained in the Apostle Paul's letter and his charge to Timothy in Timothy chapter 2, 2 Timothy, second book of Timothy. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്
എപ്രകാരമുള്ള ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കാമെന്ന് നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ തുടർന്ന് ആഗ്രഹിക്കുകയാണ്. So we need, in that second book of Timothy, to lift our voices without fear or favor and boldly make known the wisdom and the power of God for salvation in Jesus Christ to everyone. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുകയാണ്, ഭയമോ പക്ഷഭേദമോ കൂടാതെ ധൈര്യപൂർവ്വം ശബ്ദമുയർത്തി യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ രക്ഷയ്ക്കായി വെളിപ്പെട്ട ദൈവിക ജ്ഞാനവും ശക്തിയും നീ ഏവരെയും അറിയിക്കണം. This proclamation must be urgent, relevant, patient and intelligent. ഈ പ്രഘോഷണം അടിയന്തരമായിട്ടും സംഗതമായിട്ടും ബുദ്ധിപരമായും സഹിഷ്ണുതയോടുകൂടെയും നീ അറിയിക്കണം. Let us preach the word of life freely offered in Jesus Christ, and like the Apostle Paul, fight the good fight, finish the race, and keep the faith with our Master. അപ്പോസ്തലനെ പോലെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം കാക്കുവാൻ നിനക്കും സാധിക്കണം. If life is fleeting and in Jesus we got tremendous joy, how do we live the gospel? First of all, in chapter 1 of 2 Timothy, we are to guard the gospel. ജീവിതം ക്ഷണികമാണെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് എപ്രകാരം സുവിശേഷ സാക്ഷികളായി തീരാമെന്നുള്ളതാണ് ഈ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നത്. ഒന്നാം അധ്യായം നമ്മെ ഓർപ്പിക്കുന്നത് നാം സുവിശേഷത്തിൻ്റെ കാവൽക്കാരായിരിക്കുക എന്നുള്ളതാണ്. And in chapter 2 of 2 Timothy, we are to suffer for the gospel. സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുവാൻ രണ്ടാം അധ്യായം നമ്മെ ഓർപ്പിക്കുന്നു. And in chapter 3 of 2 Timothy, we are to continue in the gospel. സുവിശേഷത്തിൽ നിലനിൽക്കുവാനുള്ള ആഹ്വാനമാണ് മൂന്നാം അധ്യായം. And finally in chapter 4, he calls us to preach the gospel. നാലാം അധ്യായത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാനുള്ള ആഹ്വാനമാണ് അപ്പോസ്തലൻ നൽകുന്നത്. My beloved in Christ, as followers of Jesus like Timothy, we face pressures of hostile public opinion. സഹോദരങ്ങളെ, തിമോഥെയോസ് നേരിട്ടതുപോലെ ഒരുപക്ഷെ നമുക്കും വിപരീതമായ പൊതുജന അഭിപ്രായത്തെ ഒരുപക്ഷെ നേരിടേണ്ടതായിട്ട് വരാം. Like Timothy, we are tempted to conform to the spirit of the age. തിമോഥെയോസിനെ പോലെ ഈ ലോകത്തിന് അനുരൂപരാകാനുള്ള പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകാം. But our responsibility is to guard the gospel and to hand it on to others. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം സുവിശേഷത്തിൻ്റെ കാവൽക്കാരായിരിക്കുക, ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. This requires courage, perseverance and love. ഈ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് ആവശ്യം ആത്മശക്തിയും സഹനശേഷിയും സ്നേഹവുമാണ്, ശക്തിയാണ്. Remembering constantly that Jesus Christ is with us till the end of time. ലോകാവസാനം വരെ എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ക്രിസ്തു സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. In Psalm 23 and Jeremiah 23, God is presented as the ultimate good shepherd. ശ്രേഷ്ഠ ഇടയനായ ദൈവത്തെക്കുറിച്ച് വിവരണമാണ് 23-ാം സങ്കീർത്തനത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിലും നാം വായിക്കുന്നത്. And in the Gospel of Mark, chapter 6, the good shepherd is compassionate towards his sheep, and Jesus recognizes the needs of the huge crowd, 5,000 plus. തൻ്റെ മുൻപിൽ വന്ന 5000-ലധികം പുരുഷന്മാരെയും ആ വലിയ സമൂഹത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ നല്ല ഇടയനായ ക്രിസ്തുവിനെ കുറിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Of course, we here as the disciples of Jesus are almost nearly 8-7 times bigger than the crowd that Jesus fed. കർത്താവായ യേശു ക്രിസ്തു ഭക്ഷണം നൽകിയതായ സമൂഹത്തെക്കാൾ എത്രയോ മടങ്ങ് ആളുകളാണ് ഈ പന്തലിൽ തടിച്ചു കൂടുന്നത്. But from Jesus they found teaching, nourishment and tremendous encouragement. കർത്താവിൽ നിന്ന് വചനം പഠിച്ചു, കർത്താവ് അവരെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് ജീവിതത്തിന് വേണ്ടതെല്ലാം അവൻ നൽകി. He actually met their needs in abundance and later ministers to those who came to him in need of healing and salvation. അവരുടെ ആവശ്യങ്ങൾക്ക് സമൃദ്ധിയായി ഉത്തരം നൽകുവാൻ അവന് സാധിച്ചു. Jesus makes himself available to those who follow him in the same way here today. തന്നെ അനുഗമിച്ചവർക്ക് കർത്താവ് എപ്പോഴും ലഭ്യമായിരുന്നു, പ്രാപ്യനായിരുന്നു. അപ്രകാരം നാമും ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. So following Jesus is not simply a matter of enjoying the wonderful things he says and does. It's to share those things and to start doing them in his way with his character and priorities. കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തിയും കൊണ്ട് ആനന്ദിക്കുക എന്നുള്ളതല്ല, പിന്നെയോ നമുക്കുള്ളതിനെ പങ്കിടുകയും അവൻ കാണിച്ച അവൻ്റെ മുൻഗണനകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകളാക്കി തീർക്കുന്നതുമാണ്. And you and I, because we are baptized in Christ and have his spirit living in us,
we should be like shepherds to those who are not within the flock. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപനമേറ്റവരായ നാം ഓരോരുത്തരും നല്ല ഇടയന്മാരായി തീരുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. And to those in the flock of Christ, our brothers and sisters, ഈ ആടുകളുടെ കൂട്ടം നമുക്ക് സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്.